തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വന്യരായ പിതാക്കന്മാരെ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ടാതിഥികളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന മർത്തോറിയൻ സമാജത്തിൻ്റെ അംഗങ്ങളെ, ദൈവതിരുനാമത്തിൻ്റെ സ്നേഹവന്ദനം. ആത്മീയ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന തുമ്പോൺ ഭദ്രാസനത്തിൽ നടക്കുന്ന മർത്തോറിയൻ സമാജത്തിൻ്റെ ഈ ആഗോള സമ്മേളനത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും അനുഗ്രഹകരമാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പല ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും രൂപം കൊടുത്ത ഒരു ഭദ്രാസനമാണ് തുമ്പോൺ ഭദ്രാസനം. പുത്തങ്കാവിൽ കൊച്ചിയിൽ വേണ്ട കാലം മുതൽ തന്നെ മർത്തോറിയൻ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ശക്തമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ശക്തമായ നേതൃത്വം അതിനുണ്ടായിരുന്നു. ഈ ദേവാലയത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആത്മീയ പ്രസ്ഥാനം സഭയുടെ നട്ടെല്ലാണെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും കാര്യം ചെയ്ത ദാനിയന്മാർ ഫീലക്സിനോ സിനിമേനയുടെ മാതൃ ഇടയിൽ വെച്ച് നടക്കുന്നതായ ഒരു വലിയ സമ്മേളനം എന്ന പ്രത്യേകത കൂടെ ഇതിനുണ്ട്. ഇവിടുത്തെ മർത്തോറിയൻ സമാജ അംഗങ്ങൾ ഇവിടെ വെച്ച് കോൺഫറൻസ് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അവർ മുന്നോട്ടിറങ്ങി ഇതിൻ്റെ സാമ്പത്തിക വശത്തിൻ്റെ മിക്കവാറും വശം അവർ തന്നെ കണ്ടെത്തുകയായിരുന്നു. അതുപോലെ അതിൻ്റെ പിമ്പിൽ നിന്ന് അനേകം വൈദികരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിവേഗം ബഹുദൂരം എന്നതാണ് ഇപ്പോഴത്തെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിവാക്യമായിട്ട് നമ്മൾ കാണുന്നത്. ഈ ലോകത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഒക്കെ നമ്മൾ അതിവേഗം മുന്നേറുന്നുണ്ടെങ്കിലും നമ്മുടെ മതവും നമ്മുടെ രാഷ്ട്രവും നമുക്ക് നൽകിയാണ് പല മൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനാണ്. അവിടെ സ്ത്രീകൾക്ക് വലിയ മാന്യത ഉണ്ടായിരുന്നു ആ സിവിലൈസേഷൻ. അതിൻ്റെ പിൻഗാമികളാണ് നമ്മൾ. പക്ഷേ ഇപ്പോഴേ സ്ത്രീകൾക്കുള്ള മാന്യത വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ സംസ്കാരം നമുക്ക് നൽകിയ വലിയൊരു പൈതൃകമായിരുന്നു. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കുവാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി സ്ത്രീജനങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് എൻ്റെ വചനങ്ങൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.